നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. ഈ സ്വർഗസ്ഥനായ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കണേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പറയുക. അണ്ടർലൈൻ, പിതാവേ എന്നാ പറയുക. അതായത് ഇങ്ങനെ അടുത്ത് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നീയും അടുത്ത് ചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സുഹൃത്തുക്കളെ എന്നാ വിളിക്കുന്നത്. ഐ കോൾ യു ഫ്രണ്ട്സ്, നോ ലോങ്ങർ സ്ലേവ്സ്. അടിമകളെന്നല്ല, കൂട്ടുകാരെന്നാ വിളിക്കണേ. കണ്ടോ, ഈശോ ഇങ്ങനെ അകലെയല്ല, അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. അടുത്ത് വരാൻ നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കുക, അടുത്ത് വാ. ഒരപ്പനെ പോലെ ഞാൻ നിന്റെ അടുത്ത് വരാം, ഒരമ്മയെ പോലെ ഞാൻ നിന്റെ അടുത്ത് വരാം. സങ്കീർത്തനം പറയുമല്ലോ, അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്നാ പറയുക. ഈശോ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നിന്നെ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കണം, ഈശോയുടെ അടുത്ത് പോകണം, ഈശോയുടെ കൂട്ടുകൂടണം. ചില സമയത്തൊക്കെ ഞാൻ ഈ യുവാക്കളോടൊക്കെ ചോദിക്കാറുണ്ട്, ഈശോ നിനക്ക് ആരാ? ഒന്ന് രണ്ട് കുട്ടികളൊക്കെ പറഞ്ഞു, അച്ഛാ ഈശോ എൻ്റെ അപ്പനാണ്. വേറൊരാൾ പറഞ്ഞു ഈശോ എൻ്റെ കൂട്ടുകാരനാണ്, ഈശോ എൻ്റെ ചേട്ടനാണ്, ഈശോ ഒരു ചങ്കു ഫ്രണ്ടാണെന്നൊക്കെ പറയും. ഈശോ അടുത്താ, ഈശോ അകലെയൊന്നല്ല. പഴയ നിയമ പുസ്തകത്തിൽ പിതാവായ ദൈവം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ജനങ്ങൾ വന്നപ്പോൾ മേഘത്തൂണായി മേഘസ്തംഭമായിട്ടൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 33 വർഷക്കാലം മനുഷ്യാവതാരം ചെയ്ത് പുത്രനായ ദൈവം മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് വിട്ടുപിരിയാൻ ഇഷ്ടമല്ല ഈശോയ്ക്ക് നമ്മളെ. ദിവ്യകാരുണ്യമായിട്ട് ഓരോ ദിവസവും നമ്മുടെ നാവിൻ തുമ്പിലും ഹൃദയത്തിലും ആത്മാവിലൊക്കെ ഈശോ കൂട്ടുകൂടുക. അപ്പൊ ഇപ്പോ ആരെങ്കിലുമൊക്കെ തനിയെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, തനിയെ മീൻസ് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ഡിപ്രഷനും നിരാശയും ആങ്സൈറ്റിയും ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊക്കെ ചിന്തയിലൊക്കെ ജീവിക്കുന്ന ആളാണ് നീയെങ്കിൽ, ഈശോ നിന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയാണ്. നിന്നൊരിക്കലും കർത്താവ് ഒറ്റയ്ക്കാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടത്തില്ലെന്ന സങ്കീർത്തനം 23 പറയുക. ഡോൺ വറി, ഈശോ നിന്റെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ നിന്ന് നീട്ടി വിളിച്ചാൽ കേൾക്കാവുന്ന അത്ര ദൂരത്തിലാണ് ഈശോ നിൽക്കുക. നീ മനസ്സ് തുറക്ക്, ഈശോ നിന്റെ ഉള്ളിലേക്ക് വരും. ഇതിനെക്കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കണ്ട. ഈശോ നിന്റെ കണ്ണീര് ഒപ്പും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയോട് കൂട്ടുകൂടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.